ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രഷ് ലീവ്സ് ടീമിൻ്റെ ഓണാശംസകൾ. ഇതാണ് നമ്മുടെ ടീം. മിയോ ആണ് മിക്കവാറും ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് കാർത്തികേൻ്റെ വൈഫ്. ഇവളാണ് വീഡിയോയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ ചക്കി, നമ്മുടെ മൂഡ് ബൂസ്റ്റർ. ഇതിപ്പോൾ നല്ല മൂഡിലല്ല, ഇത് പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നെന്താ വെച്ചാൽ നമ്മൾ ഓണത്തിന് വേണ്ടി വെച്ച പച്ചക്കറികളുടെ അപ്ഡേറ്റ് ആണ്. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് കാച്ചിട്ടുണ്ട്, തക്കാളിയിലൊക്കെ കുഞ്ഞു കായ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞ് പണി കിട്ടി. ആ പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, പിന്നെ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറേ ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് ഉപയോഗിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചേക്കൂ. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. ഈ പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഫംഗസ് ആണ്. ഇത് ഇന്ന ചെടിയൊന്നുമില്ല, ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ ചെടികളും ഇത് ബാധിക്കും. നമ്മുടെ ഈ വെണ്ട ചെടിയുടെ കേസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ താഴെയുള്ള മൂപ്പത്തെ ഇലകളിലാണ് ഇത് പെട്ടെന്ന് അഫക്റ്റ് ആവുന്നത്. പയറിൻ്റെ ചെടിയായാലും അങ്ങനെ തന്നെ മൂപ്പത്തെ ഇലകളിലാണ് ആദ്യം അഫക്റ്റ് ആവുന്നത്. ചെറിയ വെള്ള പൊടിയുടെ പോലത്തെ സ്പോട്ട്സ് ആണ് കാണുന്നത്, ചെറിയ പുള്ളികൾ. എന്നിട്ട് അത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ആവും. ആ ഇല മുഴുവനും കവറാവും കുറച്ച് ദിവസം കൊണ്ട് തന്നെ. അതേ സമയത്ത് തന്നെ ഇലയുടെ ആരോഗ്യമൊക്കെ കുറഞ്ഞ് മഞ്ഞളിച്ച് ചെറുതായിട്ടൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങും. ഈ അവസ്ഥ ആകുമ്പോഴത്തേന്നെ നല്ലവണ്ണം സ്പ്രെഡായിട്ടുണ്ടാവും. മുകളിലോട്ടുള്ള ഇലകളിലും പിന്നെ അടുത്ത് നിൽക്കുന്ന ചെടികളിലൊക്കെ ഇത് സ്പ്രെഡായിട്ടുണ്ടാവും. നല്ലവണ്ണം സ്പോട്സ് ഉണ്ടാക്കിയിട്ട് ആ സ്പോട്സാണ് ഇവിടെ മുഴുവൻ പടർന്ന് പിടിച്ച് മറ്റുള്ള ചെടികളിലൊക്കെ പോയി അഫക്റ്റ് ആവുന്നത്. ഫംഗസ് ആണല്ലോ, നമുക്കറിയാം. സ്പോട്സ് വഴിയാണ് അത് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്കൊക്കെ സ്പ്രെഡ് ആവും. പക്ഷേ നമുക്ക് ആദ്യമേ തന്നെ ഇതിനെ കണ്ടുപിടിച്ചിട്ട് അതായത് ഈ താഴെ കാണുന്ന മൂപ്പത്തെ ഇലകളിൽ കാണുന്ന ആ ഒരു വെള്ള സ്പോട്സൊക്കെ കണ്ടുവരുന്ന സമയത്ത് ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല ചൂടും അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ലെവലും ഉള്ള സമയത്താണ് ഇവയുടെ സ്പ്രെഡ് വളരെ കൂടുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയുടെ എഫക്റ്റ് ചെയ്ത് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ബാക്കി കാണുന്ന പയർ ചെടിയിലൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ മിൻറ്റ് ചെടിയിൽ ഇത് എഫക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. ഈ സമയത്ത് ഇത് നന്നായിട്ട് വേർത്തൊലിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. പിന്നെ ടെറസിന് മേളിലാണ്ട് ചൂടിൻ്റെ കാര്യം പിന്നെ പറയാനുമില്ല. അപ്പോൾ ഇവയ്ക്ക് വളരാനായിട്ട് പറ്റിയൊരു കണ്ടീഷനാണ് നമ്മുടെ റൂഫ് ടോപ്പിലുള്ളത്. അപ്പോൾ ഈ പൗഡറി മിൽഡ്യൂവിനെ എങ്ങനെ നിയന്ത്രിക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വരാതിരിക്കാനായിട്ട് നമ്മുടെ കൃഷിയിടം എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതുപോലെ പഴുത്ത് ഉണങ്ങി വീഴുന്നതും കരിഞ്ഞു വീഴുന്നതായിട്ട് ഇലകളും പിന്നെ ഈ പൂക്കളൊക്കെ യഥാസമയം പറക്കി മാറ്റിയിട്ട് നമ്മുടെ കൃഷിയുടെ മാക്സിമം വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഫംഗസ് അറ്റാക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചെടികളിങ്ങനെ ഒരുപാട് തിങ്ങി നിറഞ്ഞ് ടൈറ്റായിട്ട് നിൽക്കുന്ന കണ്ടീഷനിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കാം. വെണ്ടയും തക്കാളിയും പോലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെ പ്രൂൺ ചെയ്ത് നിർത്താം. മൂപ്പത്തെ ഇലകളൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റും. അത് ആക്ച്വലി കായബലം കൂട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള പഴയ ഇലകളൊന്നും നമ്മുടെ ചെടിയിലുണ്ടാകത്തില്ല. ഇത് കരിഞ്ഞു കൊഴിഞ്ഞു വീഴത്തുമില്ല. അപ്പോൾ ഈ ഫംഗസിൻ്റെ അറ്റാക്ക് ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ അഫക്റ്റ് ചെയ്ത ഇലകൾ മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. ഇതുപോലെ മൂപ്പത്തെ ഇലകളിൽ ഇതേ സ്പോട്സ് കാണുന്ന വഴിക്ക് തന്നെ ഇതിനെ മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഫാമിൽ വെറുതെ നിട്ടാൽ പോരാ. നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇതിനെല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ ഫാമിൽ നിന്ന് അവസാനം പോകാൻ സമയത്ത് ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഇട്ട് ഇതിനെ കത്തിക്കണം. അങ്ങനെ സ്പോട്സിൻ്റെ സ്പ്രെഡ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. ഈ സ്പോട്സ് കാറ്റ് വഴി പറന്നു പോയി അപ്പുറത്തെ ചെടിയിരുന്ന് വളരുന്നൊരു സാധനമാണ് എൻ്റെ സ്പോസ് എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ വിത്താണ് കേട്ടോ. അതുവഴിയാണ് ഇത് വളരുന്നത്, സ്പ്രെഡ് ആവുന്നത്. പിന്നെ ഈ ടൈപ്പ് പൂപ്പലിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഡെഡായിട്ടുള്ള ചെടിയിലൊന്നും വരത്തില്ല കേട്ടോ. നല്ല ലൈവായിട്ട് ജീവനുള്ള ഇലയിൽ മാത്രമേ ഇത് വളരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കരിഞ്ഞ ഇലകളിലൊക്കെ ഇത് ജീവിക്കത്തില്ല. പക്ഷേ അതിൻ്റെ സ്പോസ് ഉണ്ടാവും. അതുകൊണ്ട് കരിയിലയും ഉണങ്ങി മൂപ്പത്തി ഇലകളൊക്കെ എന്തായാലും നമ്മൾ നശിപ്പിച്ചേ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഫംഗസ് അഫക്റ്റ് ആയ ഇലകളും ചെടിയുടെ മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി ചെടികളെ ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട മെഷേഴ്സ് എടുക്കണം. അപ്പോൾ ഈ പൂപ്പലിന് ഒരുപാട് രീതിയിലുള്ള കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അതിൽ 2 ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. സോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പൗഡറി മിൽഡ്യൂവിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളിൽ 2 ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നല്ല ഫ്രഷ് പാലാണ്, അതായത് കാച്ചാത്ത പാൽ. ഏതെങ്കിലും പാൽ മതി. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ നാടൻ പശുവിൻ്റെ കുറച്ച് പാലാണ്. അപ്പോൾ നമുക്ക് ഈ പാലും വെള്ളവും കൂടെ 1:10 എന്ന അളവിൽ ഡൈല്യൂട്ട് ചെയ്യണം. അതായത് നമ്മൾ 1 പാർട്ട് പാലെടുത്ത് കഴിഞ്ഞാൽ 10 പാർട്ട് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു 10 ml പാലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി, അതായത് 1 ലിറ്റർ വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തിട്ട് നമ്മുടെ ചെടികളിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനുശേഷം വേറൊന്നും ചെയ്യാനില്ല. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെടിയിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫുള്ള് ചെടി നന്നായിട്ട് നനച്ച് തെളിക്കണം. അതായത് ഇലയുടെ മേളിലും താഴെയും നന്നായിട്ട് ഇറ്റിറ്റ് താഴെ വീഴുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നനച്ച് തെളിക്കണം. അപ്പോൾ ഈ മിക്സർ നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നത് നല്ല വെയിലുള്ള സമയത്താണ്. വെയിൽ കൊണ്ട് ഈ മിക്സർ പെട്ടെന്ന് ഉണങ്ങുന്ന സമയത്തേക്ക് ഇതിൽ നിന്ന് ഫെറോഗോബ്ലിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ടാകുന്നു. ആ പ്രോട്ടീൻ ഓക്സിജൻ റാഡിക്കൽസ് ഉണ്ടാകുന്നു. ഈ റാഡിക്കൽസാണ് നമ്മുടെ ഈ ഫംഗസിനെ ഡാമേജ് ആക്കുന്നത്. ഇതുണ്ടാകുന്നത് മോസ്റ്റ്ലി സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അതുകൊണ്ടാണ് നല്ല വെയിലുള്ള സമയത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ മിക്സർ നമ്മുടെ ചെടികളിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൽ ഈ പൗഡറി മിൽഡ്യൂവിൻ്റെ അറ്റാക്ക് അധികം ഉണ്ടാകത്തില്ല. അപ്പോൾ 2ാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് കുറച്ച് സോഡാപ്പൊടിയും പിന്നെ കുറച്ച് വെജിറ്റബിൾ അല്ലെങ്കിൽ മിനറൽ ഓയിലും പിന്നെ കുറച്ച് സോപ്പും കൂടെ യൂസ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സോഡാപ്പൊടി വേണം. ഇതിനകത്തു നിന്ന് നമ്മളൊരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി അളന്നെടുത്തിട്ട് നമ്മുടെ സ്പ്രെയർ ബോട്ടിലേക്ക് ഇടുകയാണ്. അതുപോലെ തന്നെ നമുക്കൊരു 15 മില്ലി, അതായത് 1 ടേബിൾ സ്പൂൺ സോപ്പ് വേണം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ലിക്വിഡ് ഹാൻഡ് വാഷാണ്. നമുക്കിതിന് പകരം വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഡിഷ് ക്ലീനർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ബേബി ഷാമ്പു യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി എടുത്തേക്കുന്ന അടപ്പ് 10 മില്ലിയുടെയാണ്. അപ്പോൾ 1.5 അടപ്പ് സോപ്പ് ഞാൻ ഈ സ്പ്രേ ബോട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതേ അളവിൽ തന്നെ നമുക്ക് ഓയിലും എടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് കുക്കിംഗ് ഓയിലാണ്. ഒരു 15 മില്ലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ അടപ്പിൽ മെഷർ ചെയ്ത് നമ്മൾ സ്പ്രെയർ ബോട്ടിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതിന് ശേഷം കുറച്ച് വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഫുൾ 1 ലിറ്റർ വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ നല്ല ചെടി നനയുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യണം. ഇതിപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സ്പ്രേ ചെയ്താൽ മതിയാവും. പക്ഷേ നന്നായിട്ട് എല്ലാ ഇലയിലും ഈ ഫംഗസിൻ്റെ ഇൻഫെക്ഷനുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ട് പതിക്കുന്ന രീതിയിൽ വേണം അത് സ്പ്രേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 2 രീതിയല്ലാതെ വേറെ ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സൾഫർ പൗഡർ വിതറുക എന്നുള്ളത്. ഈ സൾഫർ ഈ ഫംഗസിൻ്റെ സ്പോസിനെ ജെർമിനേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ അത് നമ്മുടെ ചെടികളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ നമുക്ക് വെറുതെ പച്ചവെള്ളം ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈർപ്പം ഉണ്ടെങ്കിൽ, അതായത് ഹ്യൂമിഡിറ്റി അല്ല, ഈർപ്പത്തിൻ്റെ, അതായത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്പോസ് വളരത്തില്ല. അങ്ങനെ നമുക്ക് ഈ ഫംഗസിനെ ഒരുവിധം നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ 1-2 പ്രാവശ്യം നന്നായിട്ട് വെള്ളം എടുത്തിട്ട് ഇത് ചെടിയുടെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് അടിയിലും മുകളിലും വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ആ ഈർപ്പം നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ വളരത്തില്ല. അതുകൊണ്ടാണ് മിക്കവാറും മഴ സമയത്ത് ഈ പെറ്റകളെ കാണാൻ പറ്റാത്തത്. മഴ കഴിഞ്ഞിട്ട് ഹ്യൂമിഡിറ്റി കൂടി നിന്നിട്ട് ടെമ്പറേച്ചർ കൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരുടെ അറ്റാക്ക് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നല്ല മഴയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പം നല്ല വെയിലാണ്. അതിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ അവിടെ ഒരു അറ്റാക്ക് വന്നിട്ടുള്ളത്. ഏകദേശം ഇതുപോലെ തന്നെ കാണപ്പെടുന്ന ഒരു ഫംഗസിൻ്റെ അറ്റാക്കാണ് ഡൗണി മിൽഡ്യൂ. അപ്പോൾ ഡൗണി മിൽഡ്യൂവിനെ പറ്റി വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ ടിപ്സ് ആൻഡ് ടെക്നിക്സും കൊണ്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്. റെഡി? ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ, മൈക്ക് ഉണ്ടല്ലോ, പറയണേ. ഹായ് ഫ്രണ്ട്സ്. പിടിച്ചോ.